അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫാനിൻ്റെ ലീഫിൽ ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ ഉള്ള ആ പൊടിപടലങ്ങളുടെ കുറവ് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ നമുക്ക് കാണാം. അപ്പം ഞാൻ ഏതിലാണ് കയറിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലാഡറിലാണ് കയറിയിരിക്കുന്നത്. അത് ഫാൻ തുടയ്ക്കാനല്ലേ. അപ്പോൾ നമുക്ക് ലാഡറിൽ കയറാം. അപ്പോൾ ഇതാ ലാഡറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ലാഡർ വെച്ചിട്ട് നമ്മൾ കയറുവാണ്. ഞാൻ ഇപ്പം ലീഫിലുള്ള സംഭവം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? സാധാരണ ഈ വശത്തും ഈ വശത്തും, അതായത് ഇവിടെയും ലീഫിലെ രണ്ട് വശത്തും സാധാരണ ഭയങ്കരമായിട്ട് പൊടി കാണാൻ സാധ്യതയുള്ളതാണ്. ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വന്നേക്കുന്നത് ഇത്രേ ഉള്ളൂ. കണ്ടോ? ഇത് ഇത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് തുണി വെച്ച് ജസ്റ്റ് തുടങ്ങണം. പക്ഷെ മറ്റേതാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക, വലിയ ഇതായിട്ട് 2-3 പ്രാവശ്യം തുടച്ച് ഇതാക്കേണ്ടി വരും. അപ്പോൾ ഇപ്രാവശ്യം ഇത്രേ ഉള്ളൂ. കണ്ടോ? ഇത്രേ ഉള്ളൂ വന്നിരിക്കുന്നതിൽ. കുറവ് വന്നിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ചെയ്തു. ഇപ്പോൾ ഡെയിലി ചെയ്യാൻ നമുക്ക് എന്തായാലും പറ്റില്ല അല്ലേ? ഡെയിലി ചെയ്യാൻ നമുക്ക് എന്തായാലും പറ്റത്തില്ല. ഇപ്പോൾ ഇതാ ഇവിടെയുണ്ട് 3 ലീഫിലും ഉണ്ടോ? ഇത്രയും വന്നിട്ടുള്ളൂ. സാധാരണ ഇത്രയൊന്നല്ല വരാറ്, ഇതിൽ കൂടുതലാണ്. നല്ല കട്ടിയായിട്ട് ചിലപ്പോൾ ഈ ഏരിയയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ വരെയൊക്കെ ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് വയ്ക്കും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് ഇത്ര നമ്മൾ റൂം വൃത്തിയാക്കിയതിന് ശേഷവും ഇങ്ങനെ 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെയും ഈ ലീഫിൽ കവർ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആലോചിക്കാറുണ്ട്. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുണ്ട്. നമ്മൾ ജസ്റ്റ് എന്താ പറയുക, വലയടിച്ചിട്ട് എന്താ പറയുക, ജസ്റ്റ് ഫാനൊക്കെ ക്ലീൻ ചെയ്ത് ഫർണിച്ചറൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ പോവും. പക്ഷെ അതൊരു 2-3 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 ദിവസം വേണ്ട പിറ്റേ ദിവസമായിരുന്നാലും ഈ അടിച്ചതിൻ്റെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫാനിലെ ലീഫിൽ പോവാത്ത പൊടിപടലങ്ങൾ അതിൽ വന്ന് പറ്റിയിരിക്കും. നമ്മൾ വിചാരിക്കും ക്ലീനായില്ല, മൊത്തം ക്ലീനായില്ല, അപ്പം ഇന്നും കൂടെ വലയടിക്കേണ്ടി വരും. അപ്പം നമ്മളങ്ങനെ വിചാരിക്കും. പക്ഷെ അതല്ല, നമ്മൾ ചെയ്യുന്നതിൽ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ റൂം ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്യണം, എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യണം. വലയടിക്കുക മാത്രമല്ല, നമ്മൾ മറ്റേ മേളിലെ ചുമരുണ്ടല്ലോ, മേളിലെ ചുമരിൽ എന്തെങ്കിലും തുണി വെച്ചിട്ട്, വലക്കമ്പിലാണെങ്കിൽ വലക്കമ്പിൽ തുണി വെച്ചിട്ട് ഒന്ന് ക്ലീനപ്പ് ചെയ്യുക, വൈപ്പ് ചെയ്തെടുക്കുക, പതുക്കെ വൈപ്പ് ചെയ്തെടുക്കുക. അപ്പം ആ ചുമരിലെ ആ പൊടിപടലങ്ങളിൽ നിന്നുണ്ടായിരുന്ന പൊടിപടലങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ആ ഫാനിലത്തെ മാറ്റം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ റൂമിനുള്ളിൽ ഇപ്പം എത്രത്തോളം പൊടി ഉണ്ടെന്ന്. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്, ഒരാഴ്ച അല്ലെങ്കിൽ അത്രേ ആയിട്ടുള്ളൂ. അതുപോലെ എല്ലാ മാസവും എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ക്ലീനാക്കും. ഞാൻ കുറച്ച് എന്താ പറയുക, എത്ര വൃത്തിയാക്കിയാലും മതിയാവാത്ത ഒരു വ്യക്തിയാണ്. അടുക്കി പറക്കൽ തന്നെയാണ് എപ്പോഴും. ഏട്ടൻ പറയും, ഈ പെണ്ണിനെ എപ്പോഴും അടുക്കി പറിക്കണമല്ലോ. ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെച്ച കാര്യങ്ങൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ആദ്യമേ ആ സ്ഥലത്തു നിന്ന് എടുത്ത് മാറ്റും. എന്നിട്ട് വേറെ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് അവിടെ നിന്ന് വയ്ക്കും. ഇത് തന്നെ റിപ്പീറ്റ് അടിക്കണേ എന്നാണ് ഏട്ടൻ പറയണത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തതുകൊണ്ടാണ് ഇത്രയും കുറവായതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ ചുമരിൻ്റെ മേൽഭാഗത്ത് വൈപ്പ് ചെയ്ത് കളയുന്നത് കൊണ്ടാണ് ഇത്രയും ക്ലീനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ഇപ്പോൾ എന്താ പറയുക, കൂടിപ്പോയ ഒരു വർഷം, അതായത് ഇപ്പം താമസിക്കുന്ന വീടിൻ്റെ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ച് വലിയ പൊടിപടലങ്ങളില്ല, എന്നാലും പൊടിപടലങ്ങളുണ്ട്. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് തുമ്മലൊക്കെ വരാറുണ്ട്. ആ തുമ്മൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസം കഴിഞ്ഞാലേ അത് വിട്ടു മാറുള്ളൂ. ചുമ വരും, ഇതെല്ലാം കഴിഞ്ഞാലേ അത് പോവുള്ളൂ. പതുക്കെ ഒന്ന് താഴെ ഇറങ്ങട്ടെ.
തുടയ്ക്കാനുള്ള തുണി എടുക്കണം. ഞാനിപ്പോൾ കയറി വെക്കുന്നത് കട്ടിലാണ്. അപ്പം അതാ തുണി എടുത്തിട്ടുണ്ട്. ഡ്രൈ തുണി എടുക്കുക ആദ്യം. കഴിഞ്ഞിട്ട് നമ്മൾ റൂം ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം നമ്മൾ ആദ്യം ഒന്ന് ഫാൻ ഇട്ട് നോക്കുക. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉച്ച സമയത്തുണ്ടല്ലോ, വെയിൽ റൂമിനുള്ളിലേക്ക് വരുന്ന സമയം, ആ സമയത്ത് നമ്മൾ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞിട്ട് ഫാന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ, മുകളിൽ വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഫാനൊക്കെ തുടച്ച് കഴിഞ്ഞ് എല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫാൻ ഇട്ട് നോക്കുക. റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ട് കേട്ടോ, അല്ലാതെ ഫാൻ ഇടരുത്. റൂമെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഫാനിട്ട് ഒന്ന് നോക്കുക. അപ്പോൾ ഈ ഉച്ച സമയത്താവുമ്പോൾ സൂര്യരശ്മികൾ ഇങ്ങനെ അകത്തേക്ക് വരുമ്പോൾ നമുക്കതിന് മനസ്സിലാവും എത്രത്തോളം പൊടി ആ ഇതിൽ കൂടെ വരുന്നുണ്ടോ അല്ലെങ്കിൽ പോകുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ കുറവാണ്, അപ്പോൾ അത്രയും ക്ലീൻ ആയിട്ടുണ്ട്. നോർമലി ഇപ്പോൾ സൂര്യപ്രകാശത്തിലേക്ക് വരുന്ന പൊടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് നോർമലാണ്, നോർമൽ രീതിയിലാണ്. അല്ലാതെ നമ്മൾ ഫാനിട്ട് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആ ഒരു രശ്മിയുടെ ചുറ്റുവട്ടത്തുണ്ടല്ലോ ഭാഗത്തായിട്ട് കുറേ അധികം പൊടി ഉണ്ടെങ്കിൽ റൂം ക്ലീൻ ആയിട്ടില്ല. നമ്മൾ അതൊക്കെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് നോക്കണം. നമ്മൾ നമ്മുടെ അത്രയും ആൾക്കാരെ സേഫ് ആക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുമല്ലോ, നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടവരെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞതിന്. അറിയായിരിക്കും, അറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഫാൻ ക്ലീൻ ചെയ്യാം. ഫാനിൽ വന്ന ഒരു പൊടിയുടെ ആ ഒരു അത്രയും വലിയ രീതിയിലില്ല, എന്നാൽ കുറച്ചുകൊണ്ട് താനും കുറച്ച് ഗ്യാപ്പ് ഇട്ട് തുടച്ചതിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തുടച്ചത് ഇവിടെ പോയി. നമ്മൾ ഒന്നും കൂടെ കുടയണം. കുടഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ക്ലീൻ ആയിട്ടുള്ള ഭാഗം എടുത്തു വെച്ച് തുടയ്ക്കണം. ഉണ്ടോ, ആ ഏരിയ കുറച്ച് ക്ലീൻ ആയിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ ഫാനിൻ്റെ ലീഫ് മൊത്തം ക്ലീനാക്കി പിന്നെ 3 ക്ലീനാക്കി. 3 ഈ ലീഫ് മാത്രം ക്ലീനാക്കാൻ പാടില്ല, അതായത് ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗങ്ങളൊക്കെ ക്ലീനാക്കണം, അങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ എളുപ്പം മറ്റുള്ളവർക്ക്, അതായത് നോർമൽ എല്ലാവർക്കും ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ നിന്നിട്ട് ഫാൻ ഓരോന്നും പിടിച്ച് ലീഫ് പിടിച്ച് ക്ലീനാക്കാമെന്ന് വെച്ചത്. അതിനേക്കാൾ ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ അഴിച്ചെടുക്കാൻ പറ്റുന്നതാണല്ലോ. ആ ഒരു കൊളുത്തുമേലേക്കല്ലേ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത്, ഞാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് മാറ്റിയിട്ട് നമുക്ക് വീട്ടിലുള്ള ആരോട് പറഞ്ഞാൽ മതിയല്ലോ, മുതിർന്ന ആളോട് പറഞ്ഞിട്ട് ഫാനൊന്ന് അഴിച്ചു തരാൻ പറയാം, എന്നിട്ട് ക്ലീനാക്കുക. ഇപ്പോൾ ഫാൻ എന്താ പറയുക, അഴിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ബെറ്റർ ഓപ്ഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇത് ശീലമായതുകൊണ്ടാണ്. നോർമലി എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ശീലം. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെയൊക്കെ അവരുണ്ടാവുമല്ലോ. ജസ്റ്റ് മറ്റേ ഇപ്പോൾ ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്, മീഷോ എന്നൊക്കെ കിട്ടുന്ന മറ്റേ ഫാൻ തുടയ്ക്കാനുള്ള വലിയ ഒരു ഇത് കിട്ടുമല്ലോ, തുടയ്ക്കാനുള്ള ഒരു സംഭവം. ഈ വലക്കമ്പിൻ്റെ പോലെ തന്നെ അതിനൊരു തുണിയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും പരമാവധി മിക്ക ആൾക്കാരും ചെയ്തു വരുന്നത്. അപ്പോൾ അത് ബെറ്ററാണ്. ബട്ട് അത് പറഞ്ഞാൽ ഫാനിൻ്റെ ബാക്കി ഏരിയകൾ ക്ലീൻ ആക്കണമെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് അഴിക്കുകയോ അല്ലെങ്കിൽ അത്രയും പൊക്കത്തിലുള്ള ലാഡർ ഉപയോഗിച്ചിട്ട് തുണിയൊക്കെ വെച്ച് കൈയിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. അതിനൊക്കെ വേണ്ട പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം ജസ്റ്റ് എന്താ പറയുക, ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കിയുള്ളൂ. ഇനി ലാസ്റ്റ് റൂമെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ മറ്റേ എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഡെറ്റോളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ലൈസോളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കണത്. അപ്പോൾ നമ്മൾ ഈ ഫാൻ ക്ലീൻ ചെയ്തിട്ട് ഈ
എന്താ നമ്മളെ ലിക്വിഡൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് തുടച്ച് കഴിയുമ്പോൾ പിന്നീടുള്ള റൂമിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ കൂളിംഗ് ആയിരിക്കും. AC ഒരു ഒരു ഇതുണ്ടാവും, അതായത് നല്ല തണുപ്പുണ്ടാവും. അതിൻ്റെ എന്താ ലീഫ് കൂളായിട്ടിരിക്കാന്നൊക്കെ ഉണ്ടാവും. നല്ല സ്മെല്ലും കൂടെ വരും. നമ്മൾ എന്താണോ ആ ഫാനിൽ തുടയ്ക്കാൻ ഉപയോഗിച്ച അതിൻ്റെ സ്മെല്ല് ചിലപ്പോൾ ആ റൂമിൽ മൊത്തം നിൽക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ റൂം ഇതേപോലെ ക്ലീൻ ആക്കാൻ ഞാൻ ടിപ്പ് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭൂരിഭാഗം എല്ലാവരും നമ്മൾ പെറ്റ്സിനെ വളർത്തുന്നവരുണ്ടാവും. പൂച്ച അല്ലെങ്കിൽ ഡോഗ്സ്, പട്ടിക്കുട്ടികൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാണാത്ത രീതിയിൽ ഇവരുടെ ഹെയർ റൂമിനുള്ളിൽ പല ഭാഗത്തും ഉണ്ടാവും. ഇപ്പോൾ ജനലിൻ്റെ പാളികളിൽ, ജനലിൻ്റെ ഏതെങ്കിലും ഏരിയയിൽ വല കെട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വലയിൽ കുറച്ച് കിടക്കുന്നുണ്ടാവും. അതേപോലെ ഈ ഫാനിലാണ് കുറച്ചധികം വന്ന് പറ്റിപ്പിടിച്ചിരിക്കുക. ഫാൻ കറങ്ങുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ താഴെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റില്ല. ഈ താഴെ നമ്മൾ നോർമലി സാധാരണ അങ്ങനെയല്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ പൊടിപടലങ്ങൾ ഏത് രീതിയിലാണ് ഈ ഫാനിലേക്ക് കടന്ന് മറ്റേ ഇതായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റില്ല. ഈ ഫാനിൽ ഈ റൂമിനുള്ള ചുറ്റും എല്ലാ പൊടിപടലങ്ങളും അവിടെ പറ്റിപ്പിടിച്ചിരിക്കും. ആ പറ്റിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ കുറച്ചും കൂടി മേളിലേക്ക് പോണതാണ് ഈ മേൽ ചുമരിൽ. അപ്പോൾ അവിടെ ഹെയറൊക്കെ ഇരിക്കും. കൂടുതലും നമുക്ക് അസ്വസ്ഥത വരുന്നത് ചിലപ്പോൾ ഹെയർ പ്രോബ്ലം കാരണമായിരിക്കും. ഇവരുടെ ഹെയർ. പിന്നെ അതുപോലെ നമ്മുടെ ഹെയർ ആയിരുന്നാലും, നമ്മുടെ നോർമൽ മറ്റേ ജീവികളെ പറയണതല്ല, നമ്മുടെ ഹെയർ ആയിരുന്നാലും ഇതേപോലെ പലയിടത്തും പറ്റിപ്പിടിച്ചിരിക്കും. നമുക്കത് അസ്വസ്ഥതയാണ്. കൂടുതലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഇത്രയും പെറ്റ്സിൻ്റെ ഹെയറാണ്. നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് ബ്ലാക്ക് ആയിട്ടുള്ളവരുണ്ടാവും, ബ്ലാക്ക് ബോഡി ആയിട്ടുള്ള, ബ്ലാക്ക് ഹെയർ ആയിട്ടുള്ള പെറ്റ്സ് ഉണ്ടാവും. അല്ലാതെ വൈറ്റ് ആയിട്ടുള്ളതും. വൈറ്റ് ആകുമ്പോൾ വൈറ്റ് റൂമിനാണെങ്കിൽ വൈറ്റ് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അഥവാ കാണണമെങ്കിൽ തന്നെ നമ്മൾ തുടയ്ക്കുന്നതിൽ കിട്ടുന്ന ഒരു ഇതായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് തുടച്ചപ്പോൾ ഫാനിലുണ്ടായിരുന്നു. ഞാനിവിടെ 5-6 പൂച്ചകളെ വളർത്തുന്നുണ്ട്, ഡോഗ് ഉണ്ട്, അങ്ങനെയായിട്ട്. അപ്പോൾ ഡോഗ്സിനെ അത്രയ്ക്കധികം അങ്ങനെ അകത്തേക്ക് കയറ്റാറില്ല. അവർക്ക് കുറച്ച് ഹെയർ പ്രോബ്ലം ഉണ്ട്, കുറച്ചധികം കൂടിയേക്കാണ്. അപ്പോൾ അതൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് നോക്കണം. അതുകൊണ്ട് പിന്നെ കാറ്റ്സ്, പൂച്ചയുടെ ആണെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റില്ല. പൂച്ചയുടെ കൊഴിയുണ്ടോയെന്ന് അറിയണത് തന്നെ നമ്മൾ തടവുമ്പോഴാണ്, നമ്മൾ തലോട് ചെയ്യുമ്പോഴല്ലോ. നമ്മൾ എടുക്കുക അല്ലെങ്കിൽ ഉമ്മ വയ്ക്കാനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വായയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ഉടുപ്പുണ്ടല്ലോ, ഈ ഇതിനകത്ത് ചിലപ്പോൾ ഇരിക്കും. എൻ്റെ ഉള്ളിലിരിക്കണത് മറ്റേ പൂച്ച കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ പിന്നെ ഡോഗിൻ്റെ, അങ്ങനെയായിട്ടാണ്. അപ്പം അത് ഇല്ലാതാക്കാനും കൂടിയിട്ടാണ് പൊടിപടലങ്ങളെന്ന് പറയുമ്പോൾ. പൊടിപടലങ്ങൾ മാത്രമല്ലല്ലോ നമ്മുടെ ഓരോ റൂമിനുള്ളിൽ അല്ലെങ്കിൽ വീടിനുള്ളിൽ കയറി വരുന്നത്. പല സൂക്ഷ്മ രശ്മികളുണ്ടാവും, അണുക്കളുണ്ടാവും. അപ്പം അത് ക്ലീനാക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പറ്റുന്നവർ ഇത് ചെയ്യുക എന്നും മാത്രമേ ഉള്ളൂ. കൂടുതൽ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ, ഒരു ഒപ്പീനിയൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിനകത്ത് കിടക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, വയ്യായികളൊക്കെ കാരണം ഇതൊക്കെ തന്നെയാണ്. റൂമിലെ പൊടി പടലങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. നമുക്ക് മുകളിലുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ വലയടിച്ചു, നമ്മൾ വല കളഞ്ഞു, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് വിചാരിക്കാൻ നമ്മൾ മേളിൽ ഭാഗത്തൊന്നും ഉണ്ടാവില്ല, എന്നാൽ ഈ വലയടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നുള്ളൂ. പക്ഷേ തുണി വെച്ച് വൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അതായത് ഏത് ഭാഗത്താണോ നമ്മൾ തുടച്ചിരിക്കുന്നത് അവിടെ ആദ്യം പെയിൻ്റ് അടിച്ചതിൻ്റെ ആ ഒരു തിളക്കം അവിടെ കാണും. ആദ്യം പെയിൻ്റ് അടിച്ചതിൻ്റെ ആ ഒരു തിളക്കം കാണും. ഇപ്പം നോക്കൂ, ഇപ്പം എൻ്റെ റൂം ഇങ്ങനെയല്ലായിരുന്നു. ഒരു 5-6 മാസം മുന്നേ ഒക്കെ ആയിട്ട് ഇവിടെയൊക്കെ കുറേ കറകൾ ഇങ്ങനെയൊക്കെ കാണാറുണ്ടായിരുന്നു. കണ്ടോ, റൂം മൊത്തം മുമ്പൊക്കെ നോക്കുമ്പോൾ കറകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതായത് ഈ റൂമിൽ കുറച്ചും കൂടെ വെളിച്ചം വന്നിട്ടുണ്ട്. ബൾബ് മങ്ങിയ രീതിയിലായിരുന്നു ആദ്യമൊക്കെ. ഞാൻ ഇങ്ങനെ മുകളിൽ വലിയ ക്ലീനപ്പൊന്നും നടത്താറില്ല.
അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാനും അങ്ങനെ തന്നെയാണ് തെറ്റിദ്ധരിച്ചത്, അങ്ങനെ ധരിച്ചു വെച്ചത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് മനസ്സിലായത്. റൂമിലെ വെളിച്ചം കുറച്ച് നല്ല പ്രകാശമായി മാറിയിട്ടുണ്ട് അങ്ങനെയായിട്ട്. പിന്നെ എൻ്റെ അസുഖത്തിൻ്റെ ഇറങ്ങിയപ്പോൾ തുമ്മൽ, ചുമ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുമ്മൽ, ചുമ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡാവും. അതായത് ഭയങ്കരമായിട്ട് ടയേർഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ആ നേരത്ത് ആരെങ്കിലും ചൊറിയാൻ വരിക, നമുക്ക് ശല്യപ്പെടുത്താൻ വരുമല്ലോ. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റേ അതുപോലെ ഇപ്പോൾ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ മറ്റേ കളിക്കാനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇറിറ്റേഷനാവും. നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് കിടന്ന് ഉറങ്ങുക, സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കുക, നമ്മളങ്ങനെ ചിന്തിക്കില്ലേ. ആ ഒരവസ്ഥ തന്നെയായിരുന്നു ഞാൻ കൂടുതൽ കുറച്ച് കാലം വരെ. അങ്ങനെ എൻ്റെ കുട്ടിക്കാലം മുതൽ അങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് കാലം വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലം വരെ അങ്ങനെ തന്നെയായിരുന്നു. അസുഖം വിട്ടുപോകുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴായിരുന്നു കുറേ മാറ്റം വന്നിട്ടുണ്ട്. കുറേ മാറ്റം എന്ന് വെച്ചാൽ കുറേ അധികം മാറ്റം വന്നിട്ടുണ്ട്. അസ്വസ്ഥതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാത്തക്ക ഒന്നുമില്ല ഇപ്പോൾ. ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ്. അപ്പോൾ അതിന് ഫുള്ള് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ക്ലീനാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു അസുഖമുണ്ട്. എനിക്ക് ഇപ്പോൾ കൂടുതൽ എങ്ങനെയാണെന്ന് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിനുള്ളിൽ നമ്മൾ റൂമെല്ലാം ക്ലീനാക്കി എല്ലാം എനിക്ക് ഹിറ്റ് വേണം. ഹിറ്റ് ഇല്ലാതെ ഞാൻ വീട്ടിൽ ഞാൻ താമസിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്പൈഡറുണ്ടല്ലോ, എനിക്ക് അതിന് ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇഷ്ടക്കേടല്ല, അത് പാവം ജീവിയല്ലേ, പക്ഷേ എന്തോ ഇഷ്ടമല്ല. കാരണം ആ വല കിട്ടുക, അതുങ്ങളാണല്ലോ വല കെട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വലയൊക്കെ ഉണ്ടാവും, ഒരു സുഖമില്ല. അപ്പോൾ വലിയ എട്ടുകാലി ഉണ്ടല്ലോ, വലിയ ചിലന്തികളായിരിക്കും. ഭയങ്കര പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റൂമിനകത്ത് ഞാൻ കയറൂല. ആരെങ്കിലും വെച്ചാൽ അതിനെ കൊല്ലണം, അല്ലെങ്കിൽ ഓടിച്ചു വരണം, അല്ലാതെ ഞാൻ കയറൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ തന്നെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹിറ്റ് വാങ്ങി വയ്ക്കും. ഹിറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ ഹിറ്റിൻ്റെ സ്മെല്ല് കാരണം ആ പരിസരം വിട്ടു പോകും. അതിനുശേഷം എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആദ്യമേ റൂം ക്ലീൻ ആക്കും. അതായത് ആ എട്ടുകാലി വന്നിരുന്ന സ്ഥലം തൊട്ട് ആ റൂം മൊത്തം ക്ലീൻ അല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. എട്ടുകാലി വന്നോ റൂം ക്ലീൻ അല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് എട്ടുകാലി എപ്പോൾ വന്നോ അതിന് പിറ്റേ ദിവസം തൊട്ട് റൂം ക്ലീൻ ആക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു കുറച്ച് പ്രശ്നമുണ്ട്. അതോ വേറെ എന്ത് ജീവി വന്നാലും പ്രശ്നമില്ല, ഞാനത് ബോധേഡാവില്ല. അപ്പോൾ എനിക്ക് എട്ടുകാലി വന്നു കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. അത് വല ഉണ്ടാക്കും, ഒരു ഭീകര രൂപമല്ലേ ഇതിന്, ഭീകര രൂപമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്താ പറയുക, ആ സാധനം വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ തീരുമാനിക്കും അടുത്ത ദിവസം റൂം ക്ലീൻ ആക്കുന്നത്. എനിക്ക് എൻ്റെ വിചാരത്തിൽ റൂം ക്ലീൻ അല്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കും, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇപ്പോൾ ക്ലീൻ ആക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ എനിക്ക് അസുഖങ്ങളുടെ കുറവ്. ചുമ, തുമ്മൽ, ശ്വാസം മുട്ടൽ ഒരിക്കൽ എനിക്ക് വന്നു. ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. എന്താ പറയുക, ക്രിട്ടിക്കൽ അവസ്ഥയിൽ തന്നെ ആയിരുന്നു. കുറച്ച് ആയിരുന്നു. അപ്പോൾ ഒരു രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പനിയൊക്കെ വന്ന്, അത് ഞാനൊരു പൊട്ടത്തരം കാണിച്ചിട്ട് തന്നെയായിരുന്നു. രാവിലെ ജസ്റ്റ് നടക്കാൻ പോവുക, വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എണീക്കുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട്, മൈൻഡൊക്കെ നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് കുത്തിരിക്കുക എന്ന് പറയില്ല. ആ സമയത്തായിരിക്കും നമുക്ക് വിചാരിക്കുന്ന സമയത്തായിരിക്കും മഞ്ഞ് അങ്ങ് തണുപ്പൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വിചാരിച്ച് പോയതാണ്. അപ്പോൾ എനിക്ക് അബദ്ധം പറ്റി, ഭയങ്കര തണുപ്പ് കയറി, കഫം കൂടി, അങ്ങനെയായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. ഇതൊക്കെ കാരണം പൊടിപടലങ്ങൾ തന്നെയാണ്. കഫം കൂടാനും അസുഖം വരാനും ടയർഡാവാനും ഒക്കെ കാരണം അത് തന്നെയാണല്ലോ. അപ്പോൾ എൻ്റെ റൂം ക്ലീൻ അല്ലായിരുന്നു, അതും കൂടെ ആയിരുന്നപ്പോൾ സൂപ്പറായി. റൂമും ക്ലീൻ അല്ലായിരുന്നു ആ സമയത്ത്, ആ ഒരു അസുഖം വന്ന സമയത്ത് റൂം ക്ലീൻ അല്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കിടപ്പിലായി, ഹോസ്പിറ്റലൈസ്ഡായി. 2 ആഴ്ചയോളം ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതിന് ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് 100% ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ആയിരിക്കും.
ബെറ്ററാണ് ഞാൻ. അപ്പോൾ ഓക്കെ, ബോറടിപ്പിക്കുന്നില്ല. ഞാനിപ്പോൾ ഇതിലൊരു ടിപ്സായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കി ഇട്ടത്. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.